ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് മലയാള വർഷഫലം. കൊല്ലവർഷം 1201 മിഥുനം രാശിക്കാർക്ക്, അതായത് മകയിരത്തിൻ്റെ 3, 4 പാദങ്ങളും തിരുവാതിരയും പുണർവത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം 1201 പൂർണ്ണമായ ദൈവാധീനമുള്ള ഒരു വർഷം. ഏറ്റവും പ്രധാനം, എത്ര ഗ്രഹങ്ങൾ അനുകൂലമോ പ്രതികൂലമോ ആയിരുന്നാലും ദൈവാധീനത്തിനാണ് പൂർണ്ണ പ്രാധാന്യം നൽകേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ പൂർണ്ണമായ ദൈവാധീനമുള്ള ഒരു വർഷം. ഏർപ്പെടുന്ന കാര്യങ്ങൾക്ക് വിജയങ്ങൾ വന്നു ചേരും. എന്നിരുന്നാലും ചില കാര്യങ്ങൾക്ക് അതീവ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ്. പല വിധത്തിലുള്ള ദോഷങ്ങൾ ഓരോ സമയത്താണല്ലോ ഓരോ മനുഷ്യർക്കും നനച്ചിരിക്കാത്ത കാലത്ത് വന്നു ചേരും. അപ്പോൾ അങ്ങനെയുള്ള കഷ്ടതകൾ വരാതിരിക്കുവാൻ, അല്ലെങ്കിൽ കഷ്ടതകളുടെ കാഠിന്യം വർദ്ധിക്കുവാതിരിക്കുവാൻ, ഇപ്പോൾ നിലവിലുള്ള കഷ്ടതകളാണ് എങ്കിലും അതിൻ്റെ കാഠിന്യം വർദ്ധിക്കുവാതിരിക്കുവാൻ എന്താണ് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം വിശകലനം ചെയ്യും. ഏറ്റവും പ്രധാന കാര്യം ആരോഗ്യമാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. എന്നിരുന്നാലും ഭക്ഷണ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം. തണുപ്പുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. അസമയത്തെ യാത്രകൾ ഒഴിവാക്കുന്നതും ഉത്തമമാണ്. മെഡിസിനൊക്കെ കഴിക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. രാഹുവിൻ്റെ ദൃഷ്ടി പൂർണ്ണമായിട്ടും രാശിയിലേക്ക് ഉള്ളതിനാൽ ക്ഷുദ്രജീവികളുടെ ഉപദ്രവം ഉണ്ടാകാതെ നോക്കണം. അതുപോലെ തന്നെ പഴകിയ മെഡിസിൻ മൂലമോ അല്ലാതെയൊക്കെ ഉള്ള വിഷവസ്തുക്കളുടെ, അത് കെമിക്കൽ ചേർന്ന ടിൻ ഫുഡുകൾ കഴിക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കുക. ടിൻ ഫുഡുകൾ മാത്രമല്ല, മറ്റ് ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിക്കുമ്പോഴും കെമിക്കൽ ചേർന്ന് പഴകി ദ്രവിച്ച അല്ലെങ്കിൽ ദ്രവിക്കാറായ ഭക്ഷണ പദാർത്ഥങ്ങൾ പരമാവധി ശ്രദ്ധയോടുകൂടി വേണം ഉപയോഗിക്കുവാനായിട്ട്. മറ്റൊരു പ്രധാന കാര്യം, വർഷത്തിലെ ചില മാസങ്ങളിലെങ്കിലും ദേഷ്യം വർദ്ധിക്കുക സ്വാഭാവികമാണ്. ഈർഷ്യയും ദേഷ്യവും വർദ്ധിക്കുക വഴി ഏറ്റവും അടുത്തുള്ള മിത്രങ്ങൾ ശത്രുക്കളാകുകയും അതുവഴി മാനസികവും ശാരീരികവുമായിട്ട് ബലക്കുറവ്, ക്ലേശങ്ങൾ ഉണ്ടാകുന്നതിനും സൂചനയുണ്ട്. വളരെ ജാഗ്രതയും ക്ഷമയും വിട്ടുവീഴ്ചയും ഏർപ്പെടുന്ന ഏതൊരു വ്യക്തികളോടും ഈ മിഥുനം രാശിക്കാർക്ക് ഈ വർഷം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊരു പ്രധാന കാര്യമാണ് ധൈര്യവും വീര്യവും. ധൈര്യവും വീര്യവുമില്ലാതെ ആർക്കും ജീവിക്കുവാൻ സാധിക്കുകയില്ല. ഏർപ്പെടുന്ന കാര്യങ്ങൾക്ക് ഒരു വീര്യവും അതുപോലെ തന്നെ ധൈര്യത്തോടു കൂടി പ്രവർത്തിക്കണം. പരാജയ ഭീതി ഒഴിഞ്ഞു വേണം പ്രവർത്തിക്കുവാനായിട്ട്. വിജയിപ്പിക്കുവാൻ സാധിക്കും എന്ന് മനോബലത്തോടു കൂടി പ്രവർത്തിക്കുക. വിജയിക്കുവാൻ സാധിക്കും. എങ്കിലും അധികമായ ധൈര്യം അത് ചില ആപത്തിൽ കൊണ്ടുപോയി ചാടിക്കും. അമിതമായ ആത്മവിശ്വാസം അത് പാടില്ല. പാകത്തിന് ആകാവൂ. അതായത് ഓരോ വർക്കുകൾ ചെയ്യുന്നവർക്കും ഓരോ രീതിയിലാണ് സാഹസികമായ കാര്യങ്ങൾ കൊണ്ട് കുഴപ്പങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് സാഹസികമായിട്ട് വാഹനം കൈകാര്യം ചെയ്യുന്നവരും, അതീവ ജാഗ്രത ആവശ്യമുള്ള ഇലക്ട്രിക്കൽ വർക്കുകൾ ചെയ്യുന്നവരും, പാചകം ചെയ്യുന്ന വീട്ടമ്മമാരായിരിക്കുന്നവർ, അതുപോലെയാണ് പോലീസ് ഓഫീസേഴ്സും മിലിറ്ററിക്കാര്, കടലിൽ പോകുന്നവർ, അവരൊക്കെ അതീവ ശ്രദ്ധ ആവശ്യം. അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും
സഹകരണം ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ സാഹസികമായ കാര്യങ്ങൾക്ക് ഏർപ്പെടാവൂ. പൊതുവെ ഈ നക്ഷത്രക്കാരായിരിക്കുന്നവരുടെ മാതാപിതാക്കൾക്ക് പൊതുവെ ഐശ്വര്യസമ്പൂർണമാണ്. വാഹനം വന്നു ചേരുന്നതിനോ ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ ഒക്കെ സൂചനയുണ്ട്. കുറച്ചൊക്കെ സാമ്പത്തിക ബാധ്യതകൾ വന്നേക്കാം. സാമ്പത്തിക ബാധ്യതകൾ വരുമ്പോൾ അമിതമായ ബാധ്യതകൾ വന്നു ചേരാതെ അടപടലെ പോകുന്നത് പോലെ ഉള്ള ബാധ്യതകൾ ഏറ്റെടുക്കാതിരിക്കുക. ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ബാധ്യതകൾ ഏറ്റെടുക്കുന്നവർ അതീവ ശ്രദ്ധയോടും ക്ഷമയോടും ഒക്കെ ബാധ്യത തീർക്കുവാനായിട്ട് ജാഗ്രതപ്പെട്ടാൽ അത് സാധിക്കുന്ന ഒരു വർഷവുമാണ്. സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിച്ചില്ല എങ്കിൽ പിന്നീട് അങ്ങനെ കിട്ടിയെന്നും വരിക. അതാണ് ചിലരെ സംബന്ധിക്കുന്ന വലിയ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. ടെസ്റ്റുകൾ എഴുതുന്നവർക്കും അനുകൂലമാണ്. അധിക പാവത്വമൊന്നും പ്രതിഭാസ്ഥാനത്തിലേക്കില്ല. കലാകാരന്മാരായിരിക്കുന്നവർക്കും കലാകാരികളായിരിക്കുന്നവർക്കും കലാരംഗവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആവാന്തര വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും നല്ല ഉയർച്ചയും പ്രസിദ്ധിയും ധനവും വന്നു ചേരുവാൻ യോഗമുണ്ട്. അത് എപ്പോഴും ധൈര്യത്തോടുകൂടി പ്രവർത്തിക്കുക. ഉത്തമ ഗുരുക്കന്മാരെ കണ്ടെത്തി സംശയങ്ങൾ തീർത്ത് മുൻപോട്ട് പോകുന്നതും വളരെ ഉത്തമമാണ്. ടെസ്റ്റുകളൊക്കെ എഴുതുന്നവരും ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്കും വിജയിക്കുവാൻ അനുകൂലമായ നിരവധി സന്ദർഭങ്ങൾ ഈ കൊല്ലവർഷം 1201 ആണ്ടിൽ മിഥുനം രാശിക്കാർക്ക് അപ്രതീക്ഷിതമായി വന്നു ചേർന്ന് ചില വിജയങ്ങൾ വന്നു ചേരുന്നതിന് സൂചനയുണ്ട്. കള്ളന്മാരിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് ശത്രുക്കളുടെ ശല്യമുണ്ടാകുവാൻ സൂചനയുണ്ട്. അത് വളരെ ജാഗ്രതയോടുകൂടി ശത്രുക്കളെ ഒരു കരുതലോടുകൂടി അകറ്റി നിർത്തേണ്ടതും വളരെ അത്യാവശ്യം. കൂടാതെ ധനം കയ്യിൽ കൊണ്ടു നടക്കുന്നവരും അതീവ ജാഗ്രത ആവശ്യം. ദമ്പതികളായിട്ടുള്ളവർക്ക് ദാമ്പത്യ ജീവിതം പൊതുവെ ഐശ്വര്യപൂർണമായി. ദാമ്പത്യ ഭാവത്തെ സൂചിപ്പിക്കുന്ന ഭാവം പൂർണ്ണ ബലമുള്ള ഒരു വർഷമാണ് ഈ മിഥുനം രാശിക്കാർക്ക് ഈ വർഷം. ആയതിനാൽ എത്ര തടസ്സങ്ങൾ വിവാഹം ആലോചിച്ചിട്ട് എത്ര തടസ്സങ്ങളുള്ളവരായിരുന്നാൽ പോലും ഈ കൊല്ലവർഷം 1201 ആണ്ടിൽ ചില വിട്ടുവീഴ്ചകളിലൂടെ മനസ്സിനിണങ്ങിയ രീതിയിൽ ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനും വിവാഹം നടക്കുന്നതിനും സന്തോഷകരമായ ഐശ്വര്യപൂർണമായ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിനും യോഗമുണ്ട്. വിവാഹം കഴിച്ച് ദമ്പതികളായിട്ടുള്ളവർക്കും ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ അതുപോലെ തന്നെ പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ഗൃഹോപകരണങ്ങളും വന്നു ചേരുന്നതിനും യോഗമുണ്ട്. തൊഴിൽ ഭാവത്തിൽ ചില അലസതകൾ സൂചകമാണ്. ഇന്നെന്നുള്ളത് നാളേക്ക് മാറ്റിവെക്കുകയും സ്വന്തം ജോലികൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുകയും അങ്ങനെ ചെയ്യുന്നത് വഴി വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുവാൻ സൂചനയുള്ള ഒരു വർഷമാണ്. സ്വന്തം ഉത്തരവാദിത്തങ്ങൾ ജാഗ്രതയോടുകൂടി ഉത്തരവാദിത്തത്തോടുകൂടി വളരെ ആക്റ്റീവായി ഏറ്റെടുത്ത് സമചിത്തതയോടുകൂടി മനസ്സിൻ്റെ ഏകാഗ്രതയോടുകൂടി പ്രവർത്തിച്ചാൽ സുനിശ്ചിതമായും വിജയങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും. അന്നുള്ള കാര്യങ്ങൾ അന്നു ചെയ്യുക. ഷെയർ മാർക്കറ്റിംഗ് ആയാലും മറ്റ് ബ്രോക്കറിംഗ് പോലെയുള്ള കാര്യങ്ങൾ ആയാലും IT മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കോ മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും ഒക്കെ അനുകൂലമാണ്. കൂടാതെ നിയമജ്ഞന്മാരായിട്ടുള്ളവർ, അഡ്വക്കേറ്റ്, അതുപോലെ അധ്യാപകർ, സർക്കാർ ജീവനക്കാർ അവർക്കൊക്കെ അനുകൂലമായിരിക്കുന്ന ഒരു വർഷം. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പൂർണ്ണമായ ദൈവാധീനമുള്ളതിനാൽ കൃഷി ലാഭകരമാക്കുവാൻ സാധിക്കും. അത് മൃഗസംരക്ഷണ വിഭാഗത്തിൽ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളായാലും സ്വന്തമായിട്ട് ഫാമൊക്കെ നടത്തുക, കൃഷിയാകാം, പശുവിനെ വളർത്തുകയാകാം, മറ്റ് മൃഗങ്ങളാകാം, പക്ഷികളാകാം. ഇനി അതുമല്ല
മത്സ്യത്തെ വളർത്തുന്നവരുമുണ്ടല്ലോ. അങ്ങനെ നിരവധി കാര്യങ്ങൾക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായിരിക്കുന്ന ഒരു വർഷമാണ്. വിദേശത്ത് ആയിരിക്കുന്നവർ, അവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. വിദേശത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിൽ അധിക പാപത്വം ഒന്നും ഉള്ള ഒരു കാലമല്ല. അതുകൊണ്ട് സ്വന്തം നാട് വിട്ട് ജോലിക്കായിട്ട് പോയിരിക്കുന്നവർക്കും, അതുപോലെ വിദ്യാഭ്യാസത്തിനായിട്ട് പോയിരിക്കുന്നവർക്കും ഒക്കെ നല്ലതാണ്. വിദ്യാഭ്യാസവും ജോലിയും കൂടി ചെയ്യുന്നവരും അവർക്കും അനുകൂലമാണ്. വിദേശവുമായി ബന്ധപ്പെട്ട പരീക്ഷകളൊക്കെ എഴുതി പാസ്സാകുന്നതിനോ ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുത്ത് പാസ്സായി സ്ഥിരമായ നിയമനങ്ങളും നല്ല ഉയർന്ന വേതനവുമൊക്കെ ലഭിക്കുന്നതിനും സന്തോഷകരമായി ദീർഘകാലത്തേക്ക് ഉള്ള ചില പദ്ധതികൾക്ക് വിജയം വരിക്കുവാനും ഈ നക്ഷത്രക്കാർക്ക് യോഗം. ഏറ്റവും പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക, യഥാശക്തി ദ്രവ്യസഹിതം സമർപ്പിക്കുക. കൂടാതെ ശനിപ്രീതികരമായ കാര്യങ്ങളും അനിവാര്യമാണ്. ശാസ്താവിന് നീരാജനം പോലെയുള്ള വഴിപാടുകളോ ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നതും നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതുമൊക്കെ ശ്രേയസ്കരമാണ്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിന് അവസരമുണ്ടായി. അതായത് ഏതെങ്കിലും ആവശ്യം, വിവാഹ കാര്യമായാലും, വിവാഹ തടസ്സമോ, സന്താന ഭാഗ്യമോ, തൊഴിൽ കാര്യത്തിനോ, ഗൃഹം നിർമ്മിക്കുന്ന കാര്യത്തിനോ മറ്റ് കാര്യങ്ങൾക്കൊക്കെ നേരിട്ട് വരുവാൻ അല്ലെങ്കിൽ ഓൺലൈനായിട്ടൊക്കെ നോക്കുവാനും അവസരമുണ്ടായി. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.